ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ CSC ലേണിംഗ് മലയാളം. നമ്മളെന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു. പഠിക്കാൻ നമ്മൾ തീരുമാനം എടുത്താൽ മാത്രം പോരാ, പഠിക്കാനുള്ളൊരു സാഹചര്യവും കൂടി നമ്മൾ നോക്കണം. തറയിരുന്ന് പഠിക്കാം, കട്ടിലിരുന്ന് പഠിക്കാം, നമുക്കിഷ്ടമുള്ള പ്ലേസിൽ പോയി പഠിക്കാം. ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാരണമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റഡി ടേബിളിൽ തികച്ചൊരു നോർമലായിട്ട് നമുക്ക് അധികം TVയുടെയോ മൊബൈലിൻ്റെയോ ശല്യങ്ങളൊന്നും ഇല്ലാതെ പഠിക്കാൻ കിട്ടിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ എൻ്റെതാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ബുക്സൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കാറുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീൽ തോന്നും. കാരണം എന്താ പറയുക, പഠിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നിക്കും. ഇത് കണക്ക് ഞാൻ എൻ്റെ ബുക്കും ടെക്സ്റ്റ് ബുക്കും, അതായത് സഹാരിയുടെ ബുക്കൊക്കെ ഞാൻ ഇത് കണക്ക് ഓരോ സബ്ജക്റ്റായിട്ട് ഇത് കണക്ക് ഡിവൈഡ് ചെയ്ത് ബുക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അതാകുമ്പോൾ എനിക്ക് നോക്കാൻ എളുപ്പമായിരിക്കും, എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. 2 വോളിയമായിട്ടുള്ള ബുക്കുണ്ടല്ലോ സ്പെക്ട്രത്തിൻ്റെ, അപ്പോൾ അത് 2 ബുക്കായിട്ട് വെയിറ്റ് തോന്നിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് കണക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കണക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്ബുക്കും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഞാൻ മോക്ക് ടെസ്റ്റും ഡെയിലി ചെയ്യാൻ നോക്കാറുണ്ട്. ഇതിപ്പോൾ അക്കൗണ്ടൻസിയുടെയാണ്. അക്കൗണ്ടൻസിയുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് പഠിക്കാറുണ്ട്. പിന്നെ പഠിക്കുന്ന ഓരോ ബുക്സും ഇത് കണക്ക് എഴുതി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്, സ്കെച്ച് ബുക്കും പേനയൊക്കെയാണ്. ഇതെൻ്റെ സ്കെച്ച് പെൻ കളക്ഷൻ ആൻഡ് ഇതെൻ്റെ പേന കളക്ഷനാണ്. ഇത് ഞാൻ രാമേന്ദ്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. കണ്ട് കളിയാക്കാനൊന്നും നിൽക്കരുത്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ബോക്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. കുഞ്ഞിലേ എനിക്ക് ഇങ്ങനത്തെ ബോക്സൊന്നും വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് പാത്രം അല്ലെങ്കിൽ കുക്കർ, അങ്ങനെ അടുക്കള സാധനങ്ങളൊക്കെ നോക്കിയെടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. അതൊക്കെ എൻ്റെ അമ്മായിയമ്മയും അമ്മയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മെയിനായിട്ട് ഇതാണൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ പേന, പേപ്പർ, സ്കെച്ച് പെന്ന്, പുതിയ കളർസ് വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളോടാണ്. മേ ബി എനിക്ക് ക്രാഫ്റ്റ് ഇഷ്ടമാണ്, ക്രാഫ്റ്റ് ചെയ്യാനും ഇഷ്ടമാണ്, ചെയ്തിട്ടുമുണ്ട്. സോ അത്തരം കാര്യങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കണ്ണ് എപ്പോഴും അങ്ങോട്ടേ പോകുള്ളൂ. അതേപോലെ തന്നെ ഈ ബുക്സ് ഇങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുന്നില്ലേ, അതും എനിക്കിഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ പഠിക്കാൻ ഒരു പോസിറ്റീവ് മൈൻഡ് വേണം. അപ്പോൾ നമ്മൾ വെറുതെ ബുക്കൊന്നും ബൈൻഡ് ചെയ്ത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ബുക്ക് ഇട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ആ മൂഡ് തന്നെ നമ്മൾ സ്പോയിൽ ചെയ്യുന്ന കണക്കാണ്. ഇത് കണക്ക് ബുക്കൊക്കെ വൃത്തിയാക്കി കവർ ചെയ്ത് ഇത് കണക്ക് പേനയും പെൻസിലൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ഒരേ സൈഡ് അടുക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കൊരു പോസിറ്റീവ് വൈബേനെ തോന്നും. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് വൈകാതെ തന്നെ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് ചെയ്തു നോക്കാം.